മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ ബ്രാൻഡിനനുസരിച്ച് മാറ്റം വരും. പൊതുവെ 1 മുതൽ 5 ഗ്രാം വരെയുള്ള ഡോസേജാണ് മിക്ക ബ്രാൻഡുകളും വരുന്നത്. ചില ബ്രാൻഡുകൾക്ക് 1 ഗ്രാമാണ്, ചിലതിന് 2 ഗ്രാമാണ്, ചിലതിന് അത് 5 ഗ്രാമാണ്. അപ്പോൾ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിൻ്റെ റെക്കമെൻഡഡ് ഡോസ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയ ശേഷം മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. മൈക്രോ ന്യൂട്രിയൻസ് അമിതമാവുന്നത് ചെടികൾക്ക് ദോഷം ചെയ്യും. അതുപോലെ തന്നെ തക്കാളി ചെടിയിൽ കമ്പ് കോതണോ അല്ലെങ്കിൽ പ്രൂൺ ചെയ്യണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഞാൻ നട്ടു വളർത്തിയ തക്കാളി ചെടികളിൽ ഇന്നുവരെ പ്രൂണിംഗ് ഒന്നും നടത്തിയിട്ടില്ല. പ്രൂണിങ് നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ പ്രൂൺ ചെയ്യാൻ കഴിയുന്നവർക്ക് അത് ചെയ്യാം. അതല്ലാത്തവർക്ക് അതങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ എൻ്റെ കൈ എത്തുന്ന ദൂരത്ത് തന്നെ ഒരു തക്കാളി ചെടിയുണ്ട്. ഇതിനകത്ത് പൂക്കൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂക്കൾ രൂപപ്പെട്ട് കായാവുന്നതിന് മുമ്പ് ചെടിയുടെ തണ്ടിൽ പതിയെ ചെടിയുടെ തണ്ടിനോ വേരുകൾക്കോ ക്ഷതമേൽക്കാത്ത രീതിയിൽ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൊഴിച്ചിൽ അല്ലെങ്കിൽ പൂക്കളിനകത്തുള്ള പോളിനേഷനൊക്കെ കൃത്യമായിട്ട് നടക്കും. പോളിനേഷൻ നടക്കാത്തത് മൂലമുള്ള പൂക്കൊഴിച്ചിൽ നമുക്ക് തടയാൻ